ബഹുമാനികളെ, 100-ാം വാർഷികത്തിൻ്റെ ഹിജറ മറക്കരുത്. എല്ലാ മുസ്ലിംമാരും എല്ലാ പണ്ഡിതന്മാരും, പ്രത്യേകം നമ്മൾ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, നമ്മൾ അംബിയാക്കളുടെ അനന്തര അവകാശികളാണ്, അനന്തരഗാമികളാണ്. അതുകൊണ്ട് നമ്മൾ കുനിയയിലേക്കുള്ള ഹിജറ തയ്യാറാവുക, കുനിയയിലേക്ക് ഹിജറ പോകാൻ തയ്യാറാവുക. കാരണം നമുക്ക് ഒരുപാട് ഫോട്ടോകൾ എടുക്കേണ്ടതുണ്ട്. 10 കോടിയാണ് അതിന് നമുക്ക് ഒരാൾ മാത്രം സംഭാവന ചെയ്തിട്ടുള്ളത്. അതിനയാൾക്ക് നമ്മൾ സ്വർഗം കൊടുക്കണം. അത് ധാരാളം ഫോട്ടോകൾ എടുക്കണം. 38 ഔലിയാക്കളാണ് അവിടെ ഒരുമിച്ച് കൂടുന്നത്. 38 സമസ്തയുടെ മുഷാവറ അംഗങ്ങളും ഔലിയാക്കളും ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസദസ്സാണ്. അതിൽ നമുക്ക് ഒരുപാട് ഫോട്ടോകൾ എടുക്കണം. അല്ലാഹുവിൻ്റെ റസൂല് നിഷേധിച്ച ഫോട്ടോകൾ, അത് ലോകോത്തര ക്യാമറകൾ തന്നെ നമുക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് നമ്മളുടെ ഉലമാവിൻ്റെ അംബിയാവിൻ്റെ വിറാസത്ത് സ്ഥാപിക്കേണ്ടത്. ആ രീതിയിലാണ് നമ്മളുടെ ദഅവത്ത് ഇനി പോകേണ്ടത്. ഒരു കാരണവശാലും ഒരു പൈസയും നിങ്ങൾ അനാവശ്യമായി ചിലവഴിക്കരുത്, ഫോട്ടോ എടുക്കാനല്ലാതെ. അങ്ങനെ നമുക്കെല്ലാവർക്കും അത്ഭുതകരമായ ഫോട്ടോകൾ എടുക്കണം അവിടെ. അങ്ങനെ നമുക്കൊരു ഇൻ്റർനാഷണൽ സമ്മേളനമല്ലേ 100-ാം വാർഷികത്തിൽ. നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. ഒരുപാട് സഹാബത്ത് അബ്സീനിയയിലേക്ക് ഹിജറ പോയി. ആ ഹിജറയുടെ എല്ലാം കഷ്ടപ്പാടുകൾ അറിയുന്നവരാണോ ഈ പണ്ഡിതന്മാർ? വാക്കിൽ മാത്രം പറയും, വാക്കുകൊണ്ട് മാത്രം കഷ്ടപ്പാടുകൾ പറയും. ഇവരെല്ലാം സഞ്ചരിക്കുന്നത് ഏത് വണ്ടിയിലാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇന്നത്തെ ഒരു മോശപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുണ്ട്, ഖജനാവ് കാലിയാണ്. 1,10,00,000 ഉറുപ്പ്യയുടെ കാറാണ് അയാൾക്ക്. അതിനോട് തത്തുല്യമായ കാറുകളാണ് ഈ സമസ്ത ആലിമീങ്ങൾ. ഞങ്ങൾ ആരാണ്? ഉലമാഉ വറസത്തുൽ അംബിയാ. ഞങ്ങൾ ചില്ലറക്കാരല്ല, ഞങ്ങൾ ആലിമീങ്ങളെ വാരിസ്യങ്ങളാണ്. ഞങ്ങൾ അമ്പിയാക്കളുടെ വാരിസ്യങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ കാറിൽ പോയാൽ പോരാ. മുമ്പ് കാന്തപുരം പോയപ്പോൾ അതിന് പേരോടത് റഹ്മാൻ പറഞ്ഞത് നബി തങ്ങൾ ബുറാക്കിലാണ് യാത്ര ചെയ്തിരുന്നത് എന്ന്. നബി തങ്ങളുടെ ഏതെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഒരു ശാഖയിലേക്ക് ഇവർ എത്തിപ്പെട്ടിക്കണോ എന്ന് ചിന്തിക്കേണ്ടി.